വേണമെങ്കിൽ പറയാം. പാതിരാത്രി എന്ന് പറയുന്ന ഈ ഒരു നവ്യ നായരുടെ ഒരു കംബാക്ക് മൂവിയാണ്. സൗര്യത്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ലൊരു കംബാക്ക് ഉള്ള ഒരു മൂവിയാണ് ഈ ഒരു സിനിമ. പാതിരാത്രിയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗബിൻ്റെയും നവ്യ നായരുടെയും ക്യാരക്ടറിൽ നിന്നാണ്. സോ അവർ രണ്ടുപേരും നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോഴത്തേക്കും അവർ കാരണം ഒരു മാൻ മിസ്സിങ് ഉണ്ടാകുന്നു. പക്ഷേ അത് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ടെൻഷൻ ബിൽഡിങ് സംഭവങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നു ആ ഒരു ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ആ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിലും സോ ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള പല പല സംഭവങ്ങൾ സിനിമ വരുന്നുണ്ട്. പ്ലോട്ട്സും സബ് പ്ലോട്ട്സും ആയിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. സോ അതിന് കൂടെ തന്നെ നവ്യ നായരുടെ പെർഫോമൻസും സൗബിൻ്റെ പെർഫോമൻസും അത്യാവശ്യം എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ആ ഒരു നവ്യ നായരുടെ ഒത്തിരി കാലം കഴിഞ്ഞാണ് ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നി ഈ ഒരു പോലീസ് റോളിൽ വരുന്നത്. സോ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ തന്നെ സൗബിനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ കുറേയൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ട് മൂവിയിൽ. സെക്കൻഡ് ഹാഫിൽ ഒരു ക്ലൈമാക്സിന് മുമ്പായിട്ട് ഒരു ആക്ടറിൻ്റെ സംഭവമൊക്കെ വരുന്നുണ്ട്. സോ ആ ഒരു മോണോലോഗിൻ്റെ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ആ ഒരു ഇമോഷണൽ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആ ഒരു സീനിൽ തന്നെ. സോ അത് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് ആണ്. സോ അങ്ങനെ പോകുന്ന അത്യാവശ്യം ഒരു ത്രില്ലിങ് എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ത്രില്ലർ മൂവി ലവേഴ്സിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. സോ ഇവർ ഇതിൻ്റെ അന്വേഷണം ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു മാൻ മിസ്സിങ്ങിൻ്റെ അന്വേഷണം ഇവർ രണ്ടുപേരും ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി. സോ അങ്ങനെ അവർ കണ്ടുപിടിക്കുന്ന സത്യങ്ങളും അതിലുണ്ടാവുന്ന സസ്പെൻസും പിന്നെ അങ്ങോട്ട് ഉണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു മൂവി. സോ അതുകൊണ്ട് തന്നെ രത്തീനയുടെ ഡയറക്ഷനും അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കുമാണ് ടോപ്പ് നോച്ച് വർക്കായിട്ട് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത്. കാരണം ജെയ്ക്സ് ബിജോയുടെ സക്സസ് സ്ട്രീക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം അങ്ങനെയുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒത്തിരി സിനിമകൾ ഹിറ്റ്സാണ്. സോ ഇവിടെയും ആ ഒരു പതിവ് തെറ്റിക്കുന്നത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എടുത്തു പറയേണ്ട വർക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു രത്തീനയുടെ ഡയറക്ഷൻ പുഴു കണ്ടവർക്ക് അറിയാം ആ ഒരു ഡയറക്ടോറിയൽ ക്യാപ്പബിലിറ്റി. സോ ഇവിടെയും ആ ഒരു പതിവ് തെറ്റിക്കുന്നില്ല. കാരണം അത്യാവശ്യം മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. സോ ആ ഒരു രീതിക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മേജർ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ അതിനോട് തന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ഈ നവ്യ നായർക്ക് ഒരു മേജർ കംബാക്ക് മൂവി ആയിട്ട് മാറുകയാണ് പാതിരാത്രി. സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൗബിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഹരിശ്രീ അശോകനാണെങ്കിലും സണ്ണി വെയിൻ ആണെങ്കിലും ആനഗസ്റ്റിൻ ആണെങ്കിലും എല്ലാവരും തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.